26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ ലോട്ടറി നറുക്കെടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജൂലൈ 26-ന് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗോർഖി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ദിവസേന നറുക്കെടുക്കുന്ന ലോട്ടറികളിൽ നിന്ന് വ്യത്യസ്തമായി ബമ്പർ ലോട്ടറികൾ 2 മണിക്കാണ് നറുക്കെടുക്കാറുള്ളത്. മെയ് 25-നാണ് വിൽപ്പന തുടങ്ങിയിട്ടുള്ളത്. BR 110 നമ്പർ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിക്ക് MA, MB, MC, MD, ME എന്നിങ്ങനെ 5 പരമ്പരകളിലായി ടിക്കറ്റുകൾ ലഭ്യമാകും. ഒന്നാം സമ്മാനമായി 10 കോടി രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക. ഒന്നാം സമ്മാനം അർഹമായ അതേ നമ്പറിലെ മറ്റു 4 പരമ്പരകൾക്കായി 1 ലക്ഷം രൂപയുടെ 4 സമാശ്വാസ സമ്മാനങ്ങളും ലഭിക്കും. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്കും ലഭിക്കും. നാലാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്ക് ലഭിക്കുമ്പോൾ 5000 രൂപയാണ് ലോട്ടറിയുടെ 5-ാം സമ്മാനം. 6-ാം സമ്മാനം 1000 രൂപയും 7-ാം സമ്മാനം 500 രൂപയും 8-ാം സമ്മാനം 250 രൂപയുമാണ്. 1 കോടി രൂപയാണ് സമാശ്വാസ സമ്മാനം. അതേസമയം മറ്റേത് വരുമാനത്തെയും പോലെ തന്നെ ലോട്ടറി സമ്മാനം നേടുന്നവരും ആദായ നികുതി നൽകേണ്ടതായുണ്ട്. സെക്ഷൻ 115BB, സെക്ഷൻ 194B എന്നിവയിലാണ് ലോട്ടറി വിജയികൾക്ക് നികുതി ചുമത്തുന്ന വ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ലോട്ടറി വിജയികളിൽ നിന്ന് 30% നിരക്കിൽ നികുതി സെക്ഷൻ 115BB പ്രകാരം ഈടാക്കുന്നുണ്ട്. ലോട്ടറി വിജയികളിൽ നിന്ന് കേരള സർക്കാർ അധിക നികുതിയൊന്നും ഈടാക്കുന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതിയിൽ ഉൾപ്പെടുത്തിയാണ് നികുതി വാങ്ങുന്നത്. 1961-ലെ ITA നിയമത്തിലെ സെക്ഷൻ 56 പ്രകാരം മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനമെന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ലോട്ടറി വിജയികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത്. ആദായ നികുതി നിയമപ്രകാരം ലോട്ടറിയുടെ സമ്മാന നികുതിയായി 30%, 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും കൂട്ടിയാൽ 35.88% നികുതി വിജയികൾ നൽകണം. മൺസൂൺ ബമ്പറിന്റെ 10 കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നതെങ്കിൽ ഈ 2 നികുതികളും ചേർത്ത് 3,58,80,000 രൂപ സമ്മാനത്തിൽ നിന്ന് പോകും. 6,41 ലക്ഷം രൂപയാണ് ഇതിനുശേഷം ബാക്കിയാകുന്നത്. എന്നാൽ സമ്മാനത്തുകയുടെ 10% ഏജന്റ് കമ്മീഷനായി നൽകണം. അതായത് 10 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 1 കോടി രൂപ. ഇതും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്നത് 5,41 ലക്ഷം രൂപയാണ്. 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ നൽകേണ്ട സർചാർജായ 10%, അതായത് 1 കോടിക്കടുത്ത് നിങ്ങൾ കേന്ദ്ര സർക്കാരിനും നൽകേണ്ടതായുണ്ട്. 1967 മുതലാണ് കേരള സർക്കാർ ലോട്ടറി പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി സംവിധാനം അവതരിപ്പിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. തൊഴിൽ പ്രോത്സാഹനം നൽകുക, ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പന വഴി ആദായ നികുതിയും GSTയും ഈടാക്കി സർക്കാർ ധനസഹായം വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷനുകൾക്ക് പിന്തുണയേകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ ലോട്ടറിയുമായി മുന്നോട്ട് പോകുന്നത്. വർഷത്തിൽ 6 ബമ്പർ ലോട്ടറികളും പ്രതിദിന ലോട്ടറികളും ഉൾപ്പെടെ നിരവധി ലോട്ടറികൾ സർക്കാർ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.